ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടി സ്വാഗതം. നമ്മളിന്നുള്ളത് കൊടൈക്കനാലിലാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ മലനാട്ടുകളിലൊന്നാണ് ഈ കൊടൈക്കനാൽ. അപ്പം ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ഗോപുരം കഥ പറയും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കൊടൈക്കനാൽ മെയിൻ ടൗണ്. കൊടൈക്കനാൽ എന്ന് പറയുന്നത് മലനാടുകളുടെ രാജകുമാരി എന്നാണ്. തമിഴ്നാട് സംസ്ഥാനത്ത് ദിണ്ടിക്കൽ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ സ്ഥലത്തിൽ വരുന്ന പൂക്കാലിലൊരു നല്ല അടിപൊളി വൈബ് റൂം ഇട്ടിക്കണം. കാണിച്ച റൂമ് ഇതാണ്. റൂമ് ഇത് 5 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയാണ്. ഇവിടെ 5 ലിറ്റർ അല്ലാതെ വേറെ കിട്ടില്ല. പിന്നെ ഇതെന്ന് പറയണ്ടേ, ഇന്ന് കഴിച്ച ഓറഞ്ചിന് തൊലിയാണ്. നമ്മൾ വേസ്റ്റൊക്കെ ഇവിടെ ഇടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ആദ്യം വേസ്റ്റുള്ള സ്ഥലത്ത് ഇടും. ഇന്നത്തേക്കുള്ള നന്മ ഡൺ. ഇതാണ് നമ്മളെ ഒരു റിസോർട്ടിൻ്റെ ഔട്ടിലേക്ക്. ഇപ്പോൾ 2 അണ്ണന്മാർ നമ്മളെ ക്യാമ്പ് ഫയർ സെറ്റാക്കാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ട്. രാത്രി ഇതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ നമുക്ക് പേടില്ല. ക്യാമ്പ് ഫയറിനും വേണ്ടി നമ്മൾ ഇതാക്കിയതാണ്. പുറത്താണ് പണ അത്രയും ഇതിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മലാത്തി നമ്മൾ മലാത്തിയമ്മയാണ്. 100% സേഫ്റ്റി ആണ്. ഇവിടെ ഒന്ന് പിന്നെ വേറെ അവിടെ ഒന്നുണ്ട്, ഇപ്പൊ കാണാനില്ല. വേറെ പേരെന്തേനു? ദൊറോത്തി. വീഡിയോയിൽ കാണാണ്ടറിയില്ല. നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി 2 നായ്ക്കളുണ്ട്. അത്രയും സെറ്റപ്പിലാണ്. ബാർഗൈൻ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ പേർഷ്യൻ ഇറക്കുമതിയില്ല? പേർഷ്യല്ലേനാ? നിങ്ങൾ ഫോൺ ഷെയ്ക്ക് ചെയ്തിട്ട് അറിയുണ്ടാവും. അത് ബാക്ക് ടാസ്ന. ഇതാണ് പേർഷ്യൻ ഇറക്കുമതി. ഇതാണ് പേർഷ്യൻ ഇറക്കുമതി സാധനം. ഫോൺ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും, തണുപ്പോണ്ടാണ്. അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയാത്തോണ്ടല്ല. അത് മനസ്സിലാക്കണം. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. മേലട്ടകത്തോ ഇതോടെ ലൈറ്ററോടെ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. അത് ശരിയാ. ഇജ്ജ് മറ്റേ ഏലിയനുള്ളിൻ്റെ സ്കൗട്ടിനുണ്ടേനു. ഭാരത് സ്കൗട്ട് രാജ്യ പുരസ്കാരമൊക്കെ കിട്ടിയതാണല്ലേ. കിട്ടിയ ഒരു വ്യക്തിയാണ് നമ്മളെ കൂടെ ഉള്ളത്. പിന്നെ സ്കൗട്ടിന് ചേർന്ന കഴിവ് കാണുന്നറിയില്ല. ക്യാമ്പ് ഫയർ ചെയ്യാൻ നല്ലൊരു ഭാവി അസ്നനുള്ളിൽ കാണുന്നുണ്ട്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം സ്കൗട്ടിന് പോയ എല്ലാ എക്സ്പീരിയൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അജ്മലുണ്ട്. അജ്മൽ ഇതേമാതിരി എന്തൊക്കെ പയ്യന്മാർ ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. കിട്ടില്ല. ക്രെഡിറ്റ് മുഴുവൻ അജ്മലും അസ്നദിനും ആണുള്ളത്. നല്ല രീതിയിൽ കത്തുണ്ട്. രാവിലെ ഇതിൻ്റെ ശരിക്കും ഒരു ഫോട്ടോ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോഡി എന്തൊക്കെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കിക്കണം. ഇനി 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ചുക്കാൻ പിടിച്ചത് ക്രെഡിറ്റൊക്കെ 2 മിനിറ്റ് പറഞ്ഞപ്പോൾ സാപ്പറുണ്ട്. നല്ല തണുപ്പുണ്ട്. ഏതാ കൈക്ക് കിട്ടി ഇന്ന് ഫുള്ളെടുത്ത് വെള്ളമായി പോയി. ഇവിടെ എത്തിയപ്പോഴേ. അപ്പോൾ ഇനി പോസ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ ഇത് കാണണമെങ്കിൽ ഇവനെന്താ ഒക്കെ ഒരേമാതിരി ഇട്ടുകണ് ആരും വിചാരിക്കരുത്. പിന്നെ ഇങ്ങനെ ഇത് ഇട്ടപ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. മാഗി ചൂടേ അപ്പുറത്ത് മുതൽ തന്നെ ചൂടണം. നമ്മളെ ട്രിപ്പ് എന്ന് പറയുന്നത് 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. പലരും എന്താ ജോലിയും ഇതൊക്കെ ഉള്ളവരാണ്. അതിൽ അസ്നത പറഞ്ഞാൽ
അത്രയും ഡെഡിക്കേഷനിൽ പണിയൊക്കെ ഒഴിവാക്കിയാണ് ഇതേമാതിരി സ്വർണ്ണം KGF ഞങ്ങൾ നാട്ടിലത്തെ ഒരു മിനി KGF ആണ് വയറ്റിലെ ഓൻ ഏട്ടനും കൂടി ഉണ്ടാക്കണ്ടേ അപ്പൊ ആ പണി വരെ കോടിനൊക്കെ 1 ലക്ഷം അല്ലേ അതൊക്കെ ഒഴിവാക്കിയാണോ ഒന്ന് വന്നിട്ടുണ്ട്